ഹിൽട്ടൺ നാച്ചുറൽസ് കഫേയുടെയും മില്ലറ്റ് വെൽനസ് സെന്ററിന്റെയും ഫ്ലീ ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനവും ഹിൽട്ടൺ പ്രകൃതിമിത്ര പുരസ്കാരം 2025 അവാർഡ് ദാനവും ചിങ്ങം 1 ഓഗസ്റ്റ് 17 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്നു. ഹിൽട്ടൺ കഫേയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്ത് എം.എൽ.എ. നിർവഹിച്ചു. വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ നിർവഹിച്ചു. ഫ്ലീ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടനും ബ്ലോഗറുമായ കിഷോർ നെടുമങ്ങാട് നിർവഹിച്ചു. ഹിൽട്ടൺ പ്രകൃതിമിത്ര പുരസ്കാരം ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ വിതരണം ചെയ്തു. എന്തായാലും പ്രകൃതിയിലേക്ക് നമ്മുടെ പല ആളുകളും മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ചിങ്ങപ്പുലരിയിൽ ഇവിടുത്തെ വെൽനസ് സെന്ററും മറ്റ് ഉപകേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു സന്ദർഭമായി ഈ ഓണക്കാലം മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ മില്ലറ്റ് കഫേയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യവും പ്രകൃതിയും കൈകോർക്കുന്ന സ്നേഹോത്സവത്തിലേക്കാണ് ഹിൽട്ടൺ ഹെർബൽ കെയർ ഇവിടെ ഹൃദയപൂർവ്വം നിങ്ങൾക്കായി വെൽനസ് സെന്ററും അതുപോലെ തന്നെ മില്ലറ്റ്സിന്റെ അപൂർവ ശേഖരങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നു. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി അത്തരം കാര്യങ്ങൾ ശേഖരിക്കുകയും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വിശ്വസനീയമായ ബ്രാൻഡാണ് ഹിൽട്ടൺ. എല്ലാ നന്മകളും ഈ വസന്തത്തിന്റെ എല്ലാ തുടിപ്പും മിടിപ്പും മിഴിവും ഈ സ്ഥാപനത്തിന് ഉണ്ടാകട്ടെ. തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ പ്രയാണത്തിലും ദീപ്തമായ ദിനങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ. ആരോഗ്യത്തിന്റെ ഏറ്റവും പരിലാളനയേറ്റ് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് ഇവിടെ വന്ന് അവർക്ക് സാന്ത്വനമേകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മൾ തന്നെ ഒരു വലിയ ഭക്ഷണ സംസ്കാരം നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണം. എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വവും നമ്മളിൽ തന്നെയാണ്. ഇത് മാറേണ്ടത് നമ്മൾ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വലിയ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന സിന്ധു ചേച്ചിക്കും ഒപ്പം വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾക്കും ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ശ്രീ രഞ്ജിത്ത് ഒരിക്കലും ഇതിൽ പിന്മാറരുത്. ഇതിങ്ങനെ മുമ്പോട്ടേക്ക് പോട്ടെ. നമ്മുടെ ഒരു ചെറിയൊരു ആശയം വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പിലേക്ക് പോകുവാൻ, അത് ജനകീയമായി എടുക്കുവാൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ രഞ്ജിത്ത്, ഹിൽട്ടൺ നാച്ചുറൽസിൻ്റെ ഫൗണ്ടറാണ്. ഹിൽട്ടൺ ഹെർബൽ കെയറിൻ്റെ ഭാഗമായി ഒരു മില്ലറ്റ് കഫേ ഇവിടെ ഓപ്പൺ ആവുകയാണെന്ന്. കൂടാതെ ഇവിടെ നാഡീവിദഗ്ധന്മാർ ഡോക്ടേഴ്സും ഇവിടെ നിലവിലുണ്ട്. കൂടാതെ നമ്മൾ 4 വർഷമായിട്ട് ഇവിടെ നാച്ചുറൽ ഫുഡ് പ്രോഡക്റ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ 3 അതായത് ഫുഡും വൈദ്യവും നാച്ചുറൽ പ്രോഡക്റ്റുകളും ഉൾപ്പെടുത്തി കോമ്പിനേഷൻ ചെയ്ത് പുതിയൊരു സെഗ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെ മുക്തമാവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നുണ്ട്. നമുക്കിപ്പം കൊല്ലം ജില്ലയിലും ട്രിവാൻഡ്രം ജില്ലയിലും ഔട്ട്ലെറ്റുകളുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് 3 കിയോസ്കുകൾ, അതായത് പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം എന്നീ ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്ത് 3 കിയോസ്കുകൾ ഉടനീളം ഓടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം ഈ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മില്ലറ്റ് വളരെ പോഷകസമൃദ്ധമായ ഒരു ആഹാരമാണ്. അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ നമുക്ക് ഫൈബർ കിട്ടും, അതിനകത്ത് കാൽഷ്യം റിച്ചാണ്. അപ്പോൾ ഇത് കാൽഷ്യം, മറ്റ് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം സമ്പുഷ്ടമാണ്. നമുക്ക് അത് രുചി നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം. കാരണം ഒരു തുടക്കം എന്ന നിലയിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അത് കാലക്രമേണ നമ്മുടെ രുചിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന രീതിയും എല്ലാം തന്നെ വളരെ എളുപ്പമാണ്. വളരെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാവരും തന്നെ അത് ഉപയോഗിക്കണം, അത് ശീലമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ സ്ഥാപനത്തിലെ വൈദ്യനാണ്. അതായത് ഞങ്ങളിവിടെ ചെയ്യുന്ന ചികിത്സാ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പേഷ്യൻറ്റിൻ്റെ കൈനാടി നോക്കിയാണ് മെയിനായിട്ട് ചികിത്സ നടത്തുന്നത്. അന്നേരം അതിനകത്തൂടെ നമ്മുടെ വാതപിത്ത കഫങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാചീനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നും ഏതൊക്കെ അസുഖമാണെന്നുള്ളത് നമ്മൾ
കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അന്നേരം അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് വാതരോഗത്തിനും കഫരോഗത്തിനും പിത്തരോഗത്തിനും ഇതായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ നടത്തുന്നുണ്ട്. അതല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുമുറ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സന്ധിവാതമായിട്ട് വരുന്ന ആൾക്കാർക്ക് മുട്ടുവേദനയ്ക്ക് നമ്മൾ കെട്ട് ഉപയോഗിക്കുന്നുണ്ട്. കെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കൂട്ടും മറ്റുള്ള കാര്യങ്ങളും പച്ചിലക്കൂട്ടുകളും ഇതെല്ലാം ഇട്ടുണ്ടൊരു കെട്ടുണ്ട്. അങ്ങനെ ആ കെട്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 3 ദിവസം കഴിയുമ്പോഴേ തിരിച്ച് അഴിച്ച് വീണ്ടും കെട്ടണം. അന്നേരം ഒരുവിധപ്പെട്ട നീരും മറ്റുള്ള കാര്യങ്ങളും മുട്ടുവേദനയും ഇതെല്ലാം മാറുന്നു. അതിനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ തടവി ചികിത്സിക്കുകയും അതിനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കിഴി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ബോഡി ചെയ്ത് ഈ ശരീരത്തിലെ ബാഹ്യമായുള്ള മാലിന്യങ്ങളെയും ആന്തരികമായുള്ള മാലിന്യങ്ങളെയും മാറ്റിക്കൊണ്ട് പുതിയതായി നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ എനർജിയോടുകൂടി ഉള്ളൊരു ചികിത്സാ രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സമ്മേളനത്തിൽ കവടിയാർ കൗൺസിലർ ശ്രീമതി സതികുമാരി അധ്യക്ഷത വഹിച്ചു. PRO സന്തോഷ് കുമാരൻ സ്വാഗതം ആശംസിച്ചു. ഹിൽട്ടൺ ഫൗണ്ടർ ശ്രീ രഞ്ജിത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ശാസ്തമംഗലം ഗോപൻ, ശ്രീമതി സിന്ധു രഘുനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൃഷ്ണ നന്ദി പറഞ്ഞു. ഹിൽട്ടൺ പ്രകൃതി മിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരള കൗമുദി ന്യൂസ് ഹെഡ് ലിയോ രാധാകൃഷ്ണൻ, കേരള കൗമുദി ന്യൂസ് റീഡർ ലക്ഷ്മി, കേരള കൗമുദി റിപ്പോർട്ടർ കുഞ്ചു മുരളി, സിനിമാ നടനും സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനുമായ വിജയൻ മുരുക്കുംപുഴ, കലാഭവൻ മണി ഫൗണ്ടേഷൻ ചെയർമാൻ അജിൽ മണിമുത്ത്, പൊതുപ്രവർത്തകൻ AC ബിനുകുമാർ, ഓതർ ആൻഡ് ഫൗണ്ടർ ഡയറി പ്രിൻസ് ഫൗണ്ടേഷൻ ഡോക്ടർ കമാൽ H മുഹമ്മദ്, ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ Y ജോൺസൺ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുന്നി മേരി വിസ്മയ, ന്യൂസ് റിപ്പോർട്ടർ അനശ്വര എന്നിവർ സംസാരിച്ചു. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.